കോവിഡ് മഹാമാരിക്ക് ശേഷം ലോകം ഇപ്പോൾ മറ്റൊരു ഭീതിയിലാണ്. ഡച്ച് ക്രൂയിസ് കപ്പലായ MV ഹോണ്ടിയസിൽ പടർന്നുപിടിച്ച ഹാൻഡ വൈറസ് ലോകത്തിനാകെ ആശങ്കയാവുകയാണ്. ഹാൻഡ വൈറസ് കോവിഡിനെ പോലെ മാരക വ്യാപന ശേഷിയുള്ളതാണോ എന്നതാണ് ആശങ്കകൾക്ക് കാരണം. ഈ വൈറസ് ഇന്ത്യക്കും ഭീഷണിയാകുമോ എന്നതും ചർച്ചയാവുകയാണ്. അർജന്റീനയിൽ നിന്ന് അറ്റ്ലാന്റിക് വഴി കേപ്പ് വെർദയിലേക്ക് യാത്ര തിരിച്ച MV ഹോണ്ടിയസ് എന്ന ക്രൂയിസ് കപ്പലിലെ 3 യാത്രികർ ഹാൻഡ വൈറസ് ബാധ മൂലം മരിച്ചുവെന്ന റിപ്പോർട്ടുകളും ആശങ്ക വർദ്ധിപ്പിച്ചു. എന്നാൽ ഈ ഘട്ടത്തിൽ ഭയപ്പെടേണ്ട ആവശ്യം ഇല്ലെന്നാണ് ലോകാരോഗ്യ സംഘടന നൽകുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ആഗോളതലത്തിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ച ഹോണ്ടിയസ് ക്രൂയിസ് കപ്പലിലെ ഹാൻഡ വൈറസ് ബാധയിൽ പുതിയ വെളിപ്പെടുത്തലാണ് ആരോഗ്യ വിദഗ്ധർ ഇപ്പോൾ നടത്തുന്നത്. വൈറസിന് കൂടുതൽ വ്യാപനശേഷിയുള്ള രീതിയിലുള്ള ജനിതക മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ലെന്നും യൂറോപ്യൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. നിലവിൽ ലഭ്യമായ വൈറസ് സാമ്പിളുകളുടെ ജനിതക ഘടന പരിശോധിച്ചതിൽ നിന്നും ഇവയെല്ലാം സമാനമാണെന്നും പണ്ട് തെക്കേ അമേരിക്കയിൽ പടർന്നു പിടിച്ച വൈറസ് സ്ട്രെയിനുകളോട് ഇതിന് സാമ്യമുണ്ടെന്നുമാണ് യൂറോപ്യൻ സെന്റർ ഫോർ ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിലെ വിദഗ്ധർ പറയുന്നത്. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് 2 ദിവസം മുൻപ് തന്നെ രോഗിയുടെ രക്തത്തിൽ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയും എന്നതിനാൽ പകരാൻ നേരിയ സാധ്യതയുണ്ടെന്നും അതീവ ജാഗ്രത വേണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കയിൽ ഹാൻഡ വൈറസ് ബാധ സംശയിച്ചിരുന്ന ഒരു രോഗിയെ വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം രോഗവിമുക്തനാക്കിയിട്ടുണ്ട്. നെബ്രാസ്ക ബയോ കണ്ടെയ്ൻമെന്റ് യൂണിറ്റിൽ ചികിത്സയിലായിരുന്ന ഇദ്ദേഹത്തെ ക്വാറന്റൈൻ സൗകര്യത്തിലേക്കും മാറ്റിയിട്ടുണ്ട്. കപ്പലിലെ ഔദ്യോഗിക ഡോക്ടർക്ക് രോഗം ബാധിച്ചപ്പോൾ യാത്രികരെ ചികിത്സിക്കുവാൻ മുന്നിട്ടിറങ്ങിയ അമേരിക്കൻ ഓങ്കോളജിസ്റ്റ് സ്റ്റീഫൻ കോൺഫെൽഡിന്റെ പരിശോധനാ ഫലം ഇപ്പോൾ നെഗറ്റീവായതും ആശ്വാസമാണ്. നെതർലാൻഡിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഇദ്ദേഹത്തിന് നേരിയ പോസിറ്റീവ് ഫലം ലഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് നടത്തിയ പരിശോധനകളിൽ നെഗറ്റീവ് ആവുകയായിരുന്നു. കൂടാതെ ഇറ്റാലിയൻ നിരീക്ഷണത്തിലായിരുന്ന 25 വയസ്സുകാരന്റെ ഫലവും നെഗറ്റീവാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ 8 സ്ഥിരീകരിച്ച കേസുകളും 2 സംശയിക്കുന്ന കേസുകളും ഉൾപ്പെടെ 10 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 3 മരണങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയും ECDSഉം സംയുക്തമായി വിവിധ രാജ്യങ്ങളിലെ യാത്രക്കാരെ നിരീക്ഷിച്ചു വരികയാണ്. കപ്പലിൽ വൈറസ് എങ്ങനെ പടർന്നുവെന്നും കൂടുതൽ പേരിലേക്ക് വ്യാപിച്ചിട്ടുണ്ടോ എന്നും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണ്. ഇന്ത്യ അടക്കമുള്ള 23 രാജ്യക്കാരാണ് 149 അംഗ ക്രൂയിസ് സംഘത്തിലുണ്ടായിരുന്നത്. ഇതാണ് ഇന്ത്യയിലേക്കും വൈറസ് എത്താനുള്ള സാധ്യതയായി കണക്കാക്കുന്നത്. എന്താണ് ഹാൻഡ വൈറസ്? എങ്ങനെയാണ് രോഗം പകരുന്നത്? മുൻകരുതൽ നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എലികളുടെ മൂത്രം, കാഷ്ടം എന്നിവയിലൂടെയാണ് ഹാൻഡ വൈറസിന്റെ സാന്നിധ്യം ഉണ്ടാവുക. ഇവ ഉണങ്ങി പൊടിപടലങ്ങളായി മാറുകയോ മനുഷ്യർ അത് ശ്വസിക്കാൻ ഇടവരുമ്പോഴോ ആണ് ഈ വൈറസ് ശരീരത്തിലെത്തുന്നത്. എലികളുടെ വിസർജ്യം കലർന്ന പ്രതലങ്ങളിൽ തൊടുകയോ പിന്നീട് ആ കൈകൾ കൊണ്ട് മൂക്കിലോ വായിലോ തൊടുകയോ ചെയ്യുന്നത് വഴിയും വൈറസ് മനുഷ്യശരീരത്തിലേക്ക് എത്താം. ശ്വാസകോശത്തെയോ വൃക്കകളെയോ ആകും ഹാൻഡ വൈറസ് കൂടുതൽ ബാധിക്കുന്നത്. രോഗബാധിതനായ ആളുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്നതിലൂടെ രോഗം മറ്റുള്ളവരിലേക്ക് പകരാനും ഇടയുണ്ട്. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചാൽ 1 മുതൽ 8 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ശക്തമായ പനിയും വിറയലും, ഇടുപ്പ്, പുറംഭാഗം, തോളുകൾ എന്നിവിടങ്ങളിൽ പേശീവേദന, തലവേദന, തളർച്ച, ക്ഷീണം, വയറുവേദന, ഛർദി, വയറിളക്കം എന്നിവയാണ് രോഗബാധയുടെ പ്രാരംഭ ലക്ഷണങ്ങൾ. രോഗം മൂർച്ഛിക്കുമ്പോൾ ശ്വാസകോശത്തിൽ വെള്ളം കെട്ടുകയും കടുത്ത ശ്വാസതടസ്സം, ചുമ, രക്തസമ്മർദ്ദം കുറയുക, വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിക്കുക എന്നിങ്ങനെ ഗുരുതരാവസ്ഥയിലേക്ക് രോഗി എത്തുന്നു. ഹാൻഡ വൈറസിന്റെ ആന്റി സ്ട്രെയിൻ എന്ന വകഭേദമാണ് കപ്പലിൽ സ്ഥിരീകരിച്ചത്. ഇത് പ്രധാനമായും ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. നിലവിൽ ഹാൻഡ വൈറസിന് വാക്സിനുകൾ ലഭ്യമല്ല എന്നതും ആശങ്ക വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. എന്നാൽ ഹാൻഡ വൈറസ് വ്യാപനത്തെ COVID-19 മഹാമാരിയുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത്. കോവിഡിലും ഫ്ലൂവിലും നിന്ന് വ്യത്യസ്തമായി ഹാൻഡ വൈറസ് ചുമയിലൂടെയോ തുമ്മലിലൂടെയോ എളുപ്പത്തിൽ പടരുന്നതല്ല. മനുഷ്യശരീരത്തിൽ മനുഷ്യരിലേക്കുള്ള വ്യാപനം ആന്റീസ് വിഭാഗത്തിൽ മാത്രമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. രോഗലക്ഷണങ്ങളുള്ള ആളുമായി വളരെ അടുത്തതും ദീർഘമായതുമായ സമ്പർക്കത്തിലൂടെ മാത്രമേ രോഗം പകരാൻ സാധ്യതയുള്ളൂവെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. കോവിഡ് പോലെ ലോക ജനസംഖ്യയ്ക്ക് ആകെ അപകട സാധ്യത വളരെ കുറവാണെന്നും രോഗബാധയ്ക്ക് കാരണമാകുന്ന വൈറസ് കപ്പലിൽ നിന്ന് പുറത്തേക്ക് വ്യാപിച്ചതിന് തെളിവുകളൊന്നും ലഭ്യമല്ലെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. എന്നിരുന്നാലും വൈറസിനെ ഗൗരവമായി കാണണമെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 8 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഇൻക്യുബേഷൻ കാലയളവ് വൈറസിനുള്ളതിനാൽ കൂടുതൽ കേസുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ഹാൻഡ വൈറസ് ഗുരുതരമായ വൈറൽ രോഗമാണെന്നാണ് കണ്ടെത്തൽ. 1950കളിൽ കൊറിയൻ യുദ്ധസമയത്ത് കൊറിയയിലെ ഹാൻഡാൻ നദിക്ക് സമീപമാണ് ഈ വൈറസ് ബാധ ആദ്യമായി തിരിച്ചറിഞ്ഞത്. ലോകമെമ്പാടും 20-ലധികം ഹാൻഡ വൈറസ് വകഭേദങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ മനുഷ്യരിൽ രോഗം വരുത്തുന്ന ചുരുക്കം വകഭേദങ്ങൾ മാത്രമേയുള്ളൂവെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ വിലയിരുത്തൽ.